നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. അമേരിക്കയുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ച് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് ഇറാന് ശക്തി പകരാനായിട്ട് ഇപ്പോൾ സ്വദേശി നിർമ്മിതമായിട്ടുള്ള മൊഹാജർ ഡ്രോണുകൾ. ആദ്യത്തെ റിപ്പോർട്ട് സൗദി അറേബ്യയിൽ നിന്നാണ് വരുന്നത്. ട്രംപിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്നാണ് അവർ കരുതുന്നത്. ഗസ യുദ്ധം അമേരിക്ക ഇടപെടലോടുകൂടി തന്നെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇസ്രയേലുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കണം, സൗദി ബന്ധം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വരുന്നത്. ഇസ്രയേലുമായിട്ട് ബന്ധം പുനഃസ്ഥാപിച്ചാൽ ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ പീസ് ഡീൽ ഉണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത്തരം നീക്കങ്ങൾ ഇസ്രയേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുണ്ടാകുമ്പോൾ പോലും ഇതിനോടൊന്നും കാര്യമായി സൗദി അറേബ്യ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ MBS അതായത് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് തന്നെ ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രയേലുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇസ്രയേൽ ഗസയിൽ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ കാരണം ഇപ്പോൾ ഇസ്രയേലിനെതിരെയുള്ള വികാരമാണ് അറബ് ലോകത്തുള്ളത്. അതിനാൽ തന്നെ ഇസ്രയേലുമായിട്ടുള്ള ഒരു ബന്ധം അത് നടക്കില്ല എന്നാണ് ഇവിടെ സൗദി വ്യക്തമാക്കുന്നത്. പീപ്പിൾ വോണ്ട് അക്സെപ്റ്റ് എന്നാണ് ഇവിടെ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് പറഞ്ഞു വെക്കുന്നത്. MBSന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രസ്താവന അത് ഇസ്രയേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും വർഷങ്ങളായിട്ടുള്ള ശ്രമങ്ങൾക്ക് നേരെയുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. സൗദി അറേബ്യ ഇപ്പോൾ പുലർത്തുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസിയാണ്. അതായത് ചൈനയും റഷ്യയുമായിട്ടും ഇപ്പോൾ സൗദി അറേബ്യ തങ്ങളുടെ ബന്ധം അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാനിലെ മഹീജർ ഡ്രോൺ പ്രോഗ്രാം, അതായത് ഇറാൻ ആഭ്യന്തരമായിട്ട് അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രോണുകളാണ് ഈ മഹീജർ ഡ്രോണുകൾ എന്ന് പറയുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു പ്രോഗ്രാം അല്ല. 1980കളിൽ അത്രയും വർഷം പുറകിലേക്ക് പോകണം, അപ്പോൾ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണിത്. മഹീജർ സീരീസിലെ ഏറ്റവും അവസാനത്തെ ഡ്രോൺ ആയിട്ടുള്ള മഹീജർ 10 എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2000 കിലോമീറ്റർ ആണ്. അതായത് ഇസ്രയേലും പിന്നെ ചില ഗൾഫ് രാജ്യങ്ങളിലുള്ള US ബേസുകളും ഇവിടെയെല്ലാം ഒരു സ്ട്രാറ്റജിക് പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് ഇറാൻ ഇത്തരം ഇൻഡിജിനസ് ഡ്രോണുകൾ കൊണ്ട് സാധിക്കും. ഇൻഡിജിനസ് ഡ്രോണുകൾ ആയതുകൊണ്ട് തന്നെ ടെക്നോളജി എല്ലാം ഇറാൻ്റെ തന്നെയാണ്. അതായത് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട കാര്യം ഇപ്പോൾ ഇറാനില്ല. എക്സാമ്പിളായിട്ട് റഷ്യയുടെയോ ചൈനയുടെയോ സഹായം പോലും ഇക്കാര്യത്തിൽ ഇറാൻ ആവശ്യമില്ല. ലോകശക്തി എന്ന് പറയപ്പെടുന്ന റഷ്യ പോലും ഇറാനിൽ നിന്നാണ് ഡ്രോണുകൾ വാങ്ങിച്ചത്. അതായത് ഇറാന്റെ ഷാഹിദ് ഡ്രോണുകൾ റഷ്യ വാങ്ങിച്ചു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ആദ്യം ഇറാനിൽ നിന്ന് ഷാഹിദ് ഡ്രോണുകൾ വാങ്ങിച്ച റഷ്യ അത് റഷ്യയിൽ തന്നെ പിന്നീട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഷാഹിദ് ഡ്രോണുകളുടെ പ്രവർത്തന മികവ് അതെത്ര കണ്ടുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ഇറാനിലെ ഡ്രോൺ ടെക്നോളജി എത്ര കണ്ട് മികച്ചതാണ് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റഷ്യ ഇറാനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഷാഹിദ് ഡ്രോണുകൾ. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാന്റെ മൊഹിജർ ഡ്രോണുകൾ അമേരിക്കയുടെ MQ-9 റാപ്റ്ററുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഒബിയസ്ലി US ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ ടെക്നോളജി വൈസ് അവർ വളരെയധികം സുപ്പീരിയർ ആയിട്ടുള്ള അത്തരം ഡ്രോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ ഇത്രയും കാലം സാങ്ഷൻസ് ഉപരോധങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു രാജ്യം, അങ്ങനെ ഒരു രാജ്യത്തിന് മികച്ച ഒരു ഡ്രോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു, അത് ഇൻഡിജിനസ്ലി സ്വയമായിട്ടുണ്ടാക്കാൻ കഴിയുന്നു എങ്കിൽ അത് ജിയോ പൊളിറ്റിക്കലി വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം മാത്രമല്ല ഈ ഒരു മൊഹിജർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ആഫ്രിക്കയിലുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ മൊഹിജർ ഡ്രോണുകളുടെ വേരിയന്റുകൾ അവ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നിരുന്നാലും ഇത്തരം ഇൻഡിജിനസ് ആയിട്ടുള്ള ഇറാന്റെ തന്നെ ഡ്രോണുകൾ, ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രോണുകൾ അത് ഇസ്രയേലിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അമേരിക്കൻ ബേസുകളെ സംബന്ധിച്ചും കനത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്.